കാരണം ഇതാണ് പ്ലേസ്മെന്റിനെ ബേസ് ചെയ്ത് കിടക്കുക. അപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. കാരണം വേറെ ആളിനെ കാണുമ്പോൾ യയാതി അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹത്തിന്റെ യൗവനം ചോദിച്ചു വാങ്ങിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രായം അഡ്ജസ്റ്റ്മെന്റ് ആണ് പലപ്പോഴും. കാരണം വെച്ചാൽ നമ്മൾ ഈ യൂത്ത് ഹുഡിൽ നിൽക്കുമ്പോൾ നോർമലി നമ്മളെല്ലാം ഭയങ്കര ചാമിങ് ആണ്, ചലഞ്ചിങ് ആണ് എല്ലാം. പക്ഷെ ഒരു ആഫ്റ്റർ എ വൈൽ നമ്മൾ വേറെ ആളിനെ കാണുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ആ ആളായി ജനിച്ചില്ല, എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ പലപ്പോഴും ഐഡിയലായി യാത്ര ചെയ്യുമ്പോൾ വളരെ റിമോട്ട് ഏരിയാസിലേക്ക് പോകുമ്പോൾ ഓരോ വീട് കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ജനിക്കാത്തത്, ആ വീട്ടിൽ തന്നെ ജനിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ ഈ ഡിഫറൻസുകൾ ഉണ്ടാക്കുന്ന, അതുപോലെ നമ്മുടെ ചുറ്റാ കാണുന്ന അസംഖ്യം ജീവജാലങ്ങളെ കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഭ്രാന്തുകൾ തുടങ്ങിയത്. കാരണം ചെറുതിലെ വീട്ടിലുള്ള ഓരോ ജീവിയെ കാണുമ്പോഴും ഇപ്പോൾ ഒരു പട്ടി ഉണ്ടെങ്കിൽ പട്ടിയുടെ മുഖത്ത് കുറേ നോക്കിക്കൊണ്ട് ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഈ പട്ടിയായിട്ട് ജനിക്കാത്തത്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഒരു ഊർജം പല രീതിയിൽ ഭാവഭേദം വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഊർജം തന്നെയാണ് ഈ ലോകത്തിനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഊർജം അല്ല സോള്, അല്ല, അതിന്റെ സാക്ഷിയാണ് സോൾ. അതാണ് ആ വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് വലിയ വ്യത്യാസമാണ്. ഇവിടെയാണ് നമ്മൾ ഈ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയിൽ യൂസ് ചെയ്യും. സോൾ എന്ന മൈൻഡിനെ വെച്ചിട്ട് നമ്മൾ പറയും എൻ്റെ ആത്മാവിന് ഒരു ശാന്തിയില്ല, ആത്മാവിന് എപ്പോഴും ശാന്തിയാണ്. ഈ മൈൻഡിന്റെ കാര്യം സോൾ എന്നുള്ള രൂപത്തിൽ പറയുക. ഇങ്ങനെ നമ്മൾ മനസ്സിന് ശാന്തി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ആത്മാവിന് സുഖമില്ല, ആത്മാവിന് സുഖക്കേടൊന്നുമില്ല, അസുഖമില്ല, സുഖമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇതിനെ ഒരു സംസാര ഭാഷയിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വാക്കുകൾ അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ വാക്കുകൾക്ക് പുറത്ത് നിൽക്കുന്ന സത്യവസ്തുവാണ്, അല്ലെങ്കിൽ വസ്തു എന്ന് പോലും പറയാൻ ഒക്കില്ല, സത്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ സത്യമാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അതിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് ആരാണ്? അത് രണ്ടും അത് സാക്ഷിയാണ്, അതിന് സാക്ഷിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എടുത്ത് നോക്കുക, ചിലപ്പോൾ ഒരു ക്ലാരിറ്റി വരുമായിരിക്കാം. നമ്മൾ ആകാശത്തോട്ട് നോക്കുന്നു രാത്രി, കുറെ നക്ഷത്രജാലങ്ങളും ഗാലക്സികളും ഒക്കെ കാണാം. അപ്പൊ ഇത് എവിടെയെന്ന് നമ്മൾ നോക്കുന്നു, ഇത് നമ്മൾ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ നോക്കുമ്പോൾ ഇതിന്റെ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ നോക്കില്ല, കാരണം അവിടെ ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണം. പക്ഷെ അവിടെ ഒരു മഹാശൂന്യതയെന്നോ പൂർണ്ണതയെന്നോ പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. അതിന്റെ മുമ്പെയാണ് ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടിക്കിളായിട്ട് ഇതായിട്ട് മാറി ഒരു പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത്. ഈ പ്രപഞ്ചം കിടന്ന് ഇളകുന്നതുകൊണ്ട് ഈ ബേസിന് യാതൊരു ഇളക്കവും ഉണ്ടാകുന്നില്ല. ഇത് മൂവ് ചെയ്യുന്നേ ഇല്ല, അത് ഇമ്മൊബൈലാണ്, അത് സർവ്വസാക്ഷിയാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഒരു ആക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ മാറി മാറി വിഘടിച്ചിരിക്കുന്നതല്ല, അത് രണ്ടല്ല. അങ്ങനെ രണ്ടെന്ന് പറഞ്ഞൊരു കാര്യമേ അതിനില്ല. മൈൻഡ് കിടന്ന് രണ്ടും മൂന്നും ആക്കിയാലും ഇതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ മൈൻഡ് വെച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് അത് പാസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ മൈൻഡ്, നമ്മൾ ഇപ്പോൾ ഒരു അനുഭവം വന്നു, ആ അനുഭവം കഴിഞ്ഞ് നാളെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ അനുഭവം അതിനെ കൊറാബറേറ്റ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും വേണ്ടി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ പാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ നടക്കുന്ന കാര്യത്തിനെ വിലയിരുത്തും.
വിലയിരുത്തി അതൊരു ഐഡിയ ആക്കിയിട്ട് ആ ഐഡിയ സൂക്ഷിച്ച് വെക്കും. ആ ഐഡിയയുടെ ബേസിസ് മറ്റൊന്നാമത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എടുത്ത് വെച്ച് അവിടെ വർക്ക് ചെയ്യും. ഇങ്ങനെ ഇത് കോംപ്ലക്സ് ആയിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി അങ്ങ് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് സത്യമാണെന്ന് നമുക്ക് തോന്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ കടിപിടി കൂടുന്നത്. സത്യം നിലനിർത്താനാണ്. സത്യം നമ്മുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട, നിലനിന്നോളും. എങ്കിലും ഈ മൈൻഡ് വെച്ച് മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ സത്യങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെക്കാളും വലിയ സത്യങ്ങളാണ് എന്ന് എനിക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഒരു സുഖം കിട്ടും, അത്രേ ഉള്ളൂ. ആ സുഖത്തിന് വേണ്ടി ഈ മൈൻഡ് ഇങ്ങനെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് ഇതൊരു ഫങ്ഷണൽ സിസ്റ്റമായിട്ട് നിൽക്കുക. ഈ സിസ്റ്റം നിൽക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ കിടക്കുന്ന അനന്തമായ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ വാക്ക് ശരിയല്ല, വേറെ വാക്കില്ല. അതുകൊണ്ടാണ് അതുണ്ടാകണം. അപ്പം അതിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇതിന് അഫക്റ്റഡും അല്ല. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലോട്ട് നോക്കിയാൽ കാണാം. ഈ സെയിം സാധനം മനസ്സിലോട്ട് നോക്കിയാൽ കാണാം. മനസ്സിപ്പോൾ കുറേ മാത്രം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കുറവ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കണ്ട ഉടനെ ഗ്രഹിക്കണം, ഇൻഫർമേഷൻ എടുക്കണം, അതിനെ പ്രോസസ്സ് ചെയ്യണം, പഴയ ഇൻഫർമേഷനായിട്ട് കമ്പയർ ചെയ്യണം, അതിൻ്റെ ബേസിസ് വിലയിരുത്തണം, അത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. അതെനിക്ക് കൊള്ളാമോ കൊള്ളില്ലയോ എന്ന് നോക്കണം. നോക്കി കഴിയുമ്പോൾ കൊള്ളാമെന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് സുഖം കിട്ടി, ഞാൻ സന്തോഷിച്ചു, അതറിയാവുന്നവനാണെന്ന് എനിക്ക് തോന്നിച്ചു, കുറച്ച് ഈഗോയൊക്കെ വന്നു, ഒരു പ്രൈഡൊക്കെ വന്നു, ഞാൻ ഒരു അറിവാളിയാണെന്നൊരു സന്തോഷവും കിട്ടി. ആ സന്തോഷത്തെ പിടിച്ചങ്ങനെ നമ്മൾ നിന്നിട്ട് അതാണ് സത്യം എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് തോന്നിക്കുക അത് തന്നെയാണ് സത്യം. അതല്ല സത്യം. സത്യം അതിന് അപ്പുറത്ത് കിടക്കുക. ഈ സാക്ഷി മാത്രമായി നിൽക്കുന്ന അതൊക്കെ പറയുമ്പോൾ ലാംഗ്വേജ് അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. മാത്രം എന്നൊക്കെ പറയുന്ന ഒരു പേഴ്സണിനെ പോലെ തോന്നിക്കും. അത് വെറും സാക്ഷിയാണ്, ഒന്നുമില്ല. അവിടെ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഇതെല്ലാം എന്തെങ്കിലും ലയിക്കുമെങ്കിൽ അതിൽ പോയി ലയിക്കും. പിന്നെ അതിൽ നിന്ന് വീണ്ടും ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്നുണ്ടാവും. അത് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഇത് സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കില്ല. ഇതാണ് അതിൻ്റെ സത്യം. അപ്പം അതിനെയാണ് നമ്മൾ ഈ സോൾ എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ സോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മൈൻഡിലേക്ക് നോക്കിക്കോളൂ, ഇതേ കാര്യം കാണാം. ഇവ മൈൻഡിൽ തോട്ട് വരുന്നു, ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം നടക്കുന്നു. ഇനി തോട്ട് ഇല്ലാതിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഈ രണ്ട് തോട്ടുകൾക്കിടയിൽ എന്താണെന്ന് നോക്കി ഈ പ്രവർത്തനം ഒന്നുമില്ല, ശൂന്യമായിട്ടിരിക്കുന്നു, മനസ്സ് കാമായിരിക്കുന്നു. ഈ കാമായിരിക്കുന്ന സ്ഥലത്ത് പിന്നെയും ഡീപ്പായിട്ട് നോക്കിയാൽ കുറേ ഇമോഷണൽ അലകളുണ്ടാവും. ആദ്യം സെറ്റിൽ ചെയ്തെന്ന് വെച്ചോളൂ. അവിടെ എന്താണ് പിന്നുള്ളത്? അവിടെ ഒന്നുമില്ല. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതിലൊന്നും അഫക്റ്റഡ് ആവുന്നില്ല. അതിനെയാണ് ഈ സോൾ എന്ന് നമ്മൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മൈൻഡ് വെച്ച് കൺസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമെല്ലാം മാറിപ്പോകും. ഇതാ പ്രശ്നം, മൈൻഡിന്റെ ലിമിറ്റേഷൻ. അതിൻ്റെ മൈൻഡിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൈൻഡിനെ ഇതിന് ജയിൽ ചെയ്യാൻ ഒക്കത്തില്ല. ആത്മാവിനെ മൈൻഡിന് ജയിൽ ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ മൈൻഡ് ബിക്കംസ് ദ മാസ്റ്റർ. മൈൻഡ് ഈസ് നോട്ട് ദ മാസ്റ്റർ. മൈൻഡേ അല്ല ഇതിൻ്റെ മാസ്റ്റർ. മൈൻഡ് ചെയ്യുന്ന കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ മൈൻഡ് കിടന്നിങ്ങനെ വെപ്രാളപ്പെടും. ആരാണ് കണ്ടുപിടിക്കുന്നത്? അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇന്നർ മൈൻഡിൻ്റെ അടുത്ത് നമ്മൾ ആവശ്യപ്പെടുക, നീ എന്താണ് ചെയ്യുന്നതെന്ന്. ആ ഫാക്കൽറ്റി ഹ്യൂമൻ ബ്രെയിനിലുണ്ട്, വേറെ ജന്തുക്കൾക്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഹ്യൂമൻ ബ്രെയിനിന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനും ഇതിനെ തിരിഞ്ഞു നോക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. മൈൻഡിനെ തന്നെ നോക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി ഒരു ഡീപ്പർ കപ്പാസിറ്റിയാണ്. അതിനെ ട്രിഗർ ചെയ്യണം. അത് ട്രിഗർ ചെയ്തിട്ട് മൈൻഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഒബ്സർവ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ബിഹേവിയർ മാറും. ഇലക്ട്രോൺ അങ്ങനെയാണെന്ന് ഇപ്പോൾ പറയണം. അത് തന്നെ മൈൻഡിന് സംഭവിക്കും. നോക്കിയാൽ അവൻ ഉണ്ടായിരിക്കും, നോക്കിയില്ലെങ്കിൽ അവൻ ചാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അവനെ നിരന്തരമായി സാക്ഷിമാത്രനായി നമ്മളുടെ മൈൻഡിൻ്റെ ഒരു ഡീപ്പർ കോറ് നോക്കാൻ തുടങ്ങുമ്പോൾ ഈ മൈൻഡ് സെറ്റിൽ ചെയ്യും. മൈൻഡ് അങ്ങ് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്താണ് ശേഷിക്കുന്നത്? ഈ പ്രവർത്തനം എല്ലാം നിന്നും ആത്മാവുണ്ട്. ഇതിനാണ് റിയലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതറിയുക, തിരിച്ചറിയുക. മൈൻഡ് വെച്ചല്ല അറിയുന്നത്, മൈൻഡിനെ ഡ്രോപ്പ് ചെയ്താൽ അറിയുന്നത്. അപ്പം അതൊരു വലിയ അപാര പോസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഷാക്കിൾസ് ഓഫ് ദ മൈൻഡ്. നമ്മൾ ധരിച്ചത് ഈ മൈൻഡ് മറ്റേ ആത്മാവിനെ ഷാക്കിൾ ചെയ്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ല, ഇയാൾ സ്വയം കെട്ടുപാടിൽ കിടക്കുന്നവനാണ്. അതിൽ നിന്ന് അവനെ പുറത്തിറക്കണമെങ്കിൽ അവനെ തന്നെ അവൻ നോക്കണം. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിന് കാരണം ഇതാണോ? കർമ്മങ്ങളും അതുപോലെ പൂർവ്വജന്മ വാസനകളാണ്. പൂർവ്വജന്മം ഉണ്ടെന്ന് വെച്ചോളൂ. ഉണ്ടെങ്കിൽ ഇത് അഗ്രി ചെയ്ത് തരാം, ഉണ്ടാവും ചിലപ്പോൾ. അല്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാനുള്ള കാരണം അല്ല, ഓരോ ആക്ഷനിൽ നിന്നും അതുണ്ട്. ഈ പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് ഹേതുവായ ആദ്യ ചലനത്തിൽ പോലും ഈ കർമ്മമാണ്. അപ്പൊ നമ്മൾ ഈ റാഷണലിസ്റ്റുകൾ ചോദിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അത്ര സിമ്പിൾ അല്ല. അതായത് ഇപ്പം അങ്ങ് ഞാൻ അത്ര അടുത്തിരിക്കുന്നു. ചങ്ങമ്പുഴയുടെ കവിതയിൽ പറഞ്ഞ പോലെ അരികിലേക്കാൾ അരികിലാണ് നാം, അകലേക്കാൾ അകലെയാണ് അത്ഭുതം. അല്ലെ, വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇരിക്കുന്നു. അങ്ങ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നു, ഞാൻ വേറൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നു.
സോ എന്താണ് ഇങ്ങനെ രണ്ട് ഇൻഡിവിജ്വൽസ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ജനിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? വാട്ട് ഇസ് എ വെരി റീസൺ? അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം എടുക്കാം, എന്നിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പം ഇവിടെ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ബിജുവിനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും ഒരു കാര്യമല്ല കാണുന്നത്, നമ്മൾ രണ്ടുപേരും ഒരിടത്തല്ല ഇരിക്കുന്നത്. കാണുന്നത് വേറെ, നമ്മൾ അനുഭവിക്കുന്നത് വേറെ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് തുലവും വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യാസം അനുനിമിഷം ഈ വ്യത്യാസമായിട്ട് തന്നെ ഈ ലോകത്തിനെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളുടെ രോഗങ്ങൾ വ്യത്യസ്തമാണ്. അതും ഓരോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുക. ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വ്യത്യസ്തൻ തന്നെയാണ്. ആ വ്യത്യസ്തതയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ കാഴ്ചകൾ, പിന്നെ ഫർദർ കാഴ്ചകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നല്ല ആ അർത്ഥത്തിൽ. അല്ല, ഞാൻ ചോദിച്ചാൽ ആ വ്യത്യാസമുള്ള കാരണമാണ്. അതിന്റെ വ്യത്യാസത്തിന് അങ്ങനെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതാണ് പ്ലേസ്മെന്റിനെ ബേസ് ചെയ്ത് കിടക്കുക. പലപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. കാരണം വേറൊരാളിനെ കാണുമ്പോൾ യയാതി അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹത്തിന്റെ യൗവനം ചോദിച്ചു വാങ്ങിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രായം അഡ്ജസ്റ്റ്മെന്റ് ആണ് പലപ്പോഴും. കാരണം വെച്ചാൽ നമ്മൾ ഈ യൂത്ത് ഹുഡിൽ നിൽക്കുമ്പോൾ നോർമലി നമ്മളെല്ലാം ഭയങ്കര ചാമിങ് ആണ്, ചലഞ്ചിങ് ആണ് എല്ലാം. പക്ഷെ ഒരു ആഫ്റ്റർ എ വൈൽ നമ്മൾ വേറൊരാളിനെ കാണുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ആ ആളായി ജനിച്ചില്ല, എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ പലപ്പോഴും ഐഡിയലായി യാത്ര ചെയ്യുമ്പോൾ വളരെ റിമോട്ട് ഏരിയാസിലേക്ക് പോകുമ്പോൾ ഓരോ വീട് കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ജനിക്കാത്തത്, ആ വീട്ടിൽ തന്നെ ജനിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ ഈ ഡിഫറൻസുകൾ ഉണ്ടാക്കുന്ന, അതുകൊണ്ട് നമ്മുടെ ചുറ്റാ കാണുന്ന അസംഖ്യം ജീവജാലങ്ങളെ കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഭ്രാന്തുകൾ തുടങ്ങിയത്. കാരണം ചെറുതിലെ വീട്ടിലുള്ള ഓരോ ജീവിയെ കാണുമ്പോഴും, ഇപ്പോൾ ഒരു പട്ടി ഉണ്ടെങ്കിൽ പട്ടിയുടെ മുഖത്ത് കുറേ നോക്കിയിട്ട് ഞാൻ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഈ പട്ടിയായിട്ട് ജനിക്കാത്തത്. പിന്നെ അത് ആ തോട്ട്സ് അങ്ങോട്ട് സങ്കീർണമായി. കാരണം ഇപ്പൊ എനിക്ക് എന്റെ കാലത്ത് ജനിച്ചത് കൊണ്ട് എനിക്ക് തെണ്ടുൽക്കറുടെ ക്രിക്കറ്റ് കളി കാണാൻ പറ്റി, മോഹൻലാലിന്റെ ആക്ടിങ് കാണാൻ പറ്റി, യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പറ്റി, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റി. പക്ഷെ ഈ പട്ടി ഈ അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതും എന്നെ പോലൊരു സോളാണെങ്കിൽ അപ്പൊ അതിന് പലതും മിസ് ചെയ്യുന്നു. ഇനി അത് മനുഷ്യനായിട്ട് വേറെ ഫോർമാറ്റ് വരുമ്പോൾ ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു തരം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു തോട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഓരോ വ്യക്തിയും ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഫോമിൽ വരുന്നതിന് വാട്ട് ഈസ് എ ബേസിക് റീസൺ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഈ പറഞ്ഞതിനകത്ത് ഈ പട്ടിയുടെയും സങ്കടം ഇത് തന്നെ ആയിരിക്കും. അതെ അതെ. എന്തുകൊണ്ട് ഇത് ഞാൻ കാണുന്ന പോലെ ഇവര് കാണുന്നില്ല എന്ന് വേണമെങ്കിൽ പട്ടിയും ആലോചിക്കാം. അതൊരു അസംഷൻ അല്ലേ സാർ? അതാണ്, അതൊരു അസംഷനാണ്. നമ്മൾ ഈ പട്ടിയെ അറിയില്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ അസംഷനാണ്, അല്ലേ? അല്ല, എങ്കിലും ചിന്തിക്കുമ്പോൾ അതിന് ഇത് കാണാൻ പറ്റുന്നില്ല. അല്ല, പട്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അത് കാണുന്നുണ്ട്, കാണുന്നില്ല. ഞാൻ പറഞ്ഞ ഈ തെണ്ടുൽക്കറിന്റെ ഗെയിമോ മറ്റൊന്നും അയാൾ ആസ്വദിക്കുന്നില്ല. കാരണം അത് ചിലപ്പം പൂർവ്വജന്മത്തിലെ കർമ്മപരം കൊണ്ട് പട്ടിയെ ജനിച്ചതായിരിക്കാം. അപ്പൊ അയാൾക്ക് ഈ ഒരു കാലഘട്ടം മിസ്സായി പോകുന്നില്ല, ഈ കാലഘട്ടത്തിന്റെ സ്പെസിഫിക്കേഷൻസ് നഷ്ടമായി പോകുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് ഈ ലോകം വ്യത്യസ്തമായല്ലേ നിൽക്കുന്നത്. ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിന്റെ ലോകം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിന് വ്യത്യസ്തമാണ്. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്ലേസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ ലോകത്തല്ലാതെ ഇവിടെ ഒരു അമീബയ്ക്ക് പോലും നിൽക്കാൻ ഒക്കും. അപ്പോൾ എല്ലാത്തിനും അമീബ തുടങ്ങി, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള വൈറസ് തുടങ്ങി ഇതുവരെയുള്ള നമ്മൾ വരെ ഉള്ള കാര്യങ്ങളുടെ പെർസെപ്ഷനേ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അങ്ങനെ കാണുന്നത്. അതെന്തുകൊണ്ടെന്നാണ് ചോദ്യം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന് ആൻസർ ഇല്ല. അതിന് നമുക്ക് ലോജിക്കലായിട്ട് ഇങ്ങനെ പറയാം. അത് എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അത് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കാഴ്ച വ്യത്യസ്തമാണ്, പ്ലേസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാഴ്ച എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ വ്യത്യാസം വന്നത് എന്ന് ചോദിച്ചാൽ, അതിപ്പോൾ രണ്ട് സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഇരുന്ന് ചോദിക്കാനേ പറ്റുള്ളൂ. ആൻസർ വരില്ല, അതിനകത്ത് ആൻസർ ഇല്ല. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഓൺ ആൻ അസംഷൻ, വേറൊരു അസംഷനിൽ നിന്നാണ്. എന്തുകൊണ്ട് നമ്മൾ ഒരുപോലെ ഇരിക്കുന്നില്ല, ഒരുപോലെ ലുക്കിലെല്ലാം വ്യത്യാസം, എല്ലാത്തിലും വ്യത്യാസം. ഇനി നമ്മൾ ഈ ലുക്കിനെ അങ്ങോട്ട് മാറ്റി, ഈ അപ്പിയറൻസിനെ നമ്മൾ മാറ്റിയിട്ട് ഈ അപ്പിയറൻസ് ഉണ്ടാക്കി അതിൻ്റെ കാസിലേക്ക് ഇറങ്ങുന്നു. ഇതിൻ്റെ കാസിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസ് കൊണ്ടാണ് എന്ന് കാണുന്നു. അവിടെ വരുമ്പോഴത്തേക്ക് ഈ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്, ഒന്നായിരിക്കാം. അത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ആ ആറ്റം പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഒരു സ്പേസിൽ കിടന്ന് ഇത് പ്രവർത്തിക്കുക. അപ്പോൾ ആ സ്പേസിനും വ്യത്യാസമില്ല, ഈ ആറ്റങ്ങൾക്കും വ്യത്യാസമില്ല. പക്ഷെ അതിൻ്റെ നമ്പറിലും ഒക്കെ വരുന്ന വ്യത്യാസം കൊണ്ട് ഇത് പലതായിട്ട് രൂപഭേദപ്പെട്ടിരിക്കുന്നു. അറ്റോമിക് നമ്പറുണ്ട്, ഇലക്ട്രോൺസിൻ്റെ നമ്പറുണ്ട്, അതിൻ്റെ കുറേ കാര്യങ്ങൾ സയൻസ് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യത്യസ്തമായി കണ്ടുകൊണ്ടേയിരിക്കുന്നു.
പക്ഷേ ഡീപ്പായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തും വ്യത്യാസമില്ല. ഈ മാനിഫെസ്റ്റേഷൻ്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്നത് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ റൂട്ട് വ്യത്യസ്തമില്ലാതെയാണ് ഇരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ആ സോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിന് വ്യത്യാസമില്ല. ഇതിൻ്റെ കമ്പോണൻറ്റ് സംഭവങ്ങൾക്ക് അതിൻ്റെ നമ്പറിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അത് പല രൂപത്തിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ പെർസ്പെക്ഷൻ ആണ് പ്രശ്നം. നമ്മുടെ പെർസെപ്ഷൻ അതിനാണ് പ്രശ്നം. പ്രശ്നം അല്ലാതെ അങ്ങനെയാണ്.